Hi everyone, welcome to Mastermind Defense Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Indian Air Force invites online applications from unmarried Indian male and female candidates. അഗ്നിവീർ വായു നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷനിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ 17 മാർച്ച് മുതൽ എക്സാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ടെന്റേറ്റീവ് ഡേറ്റ് ആണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഒന്ന് നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജനുവരി 17 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 6 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 6 ആണ്. ഓക്കെ, സോ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാൻസ് മിസ്സാക്കാതിരിക്കുക. ഓക്കെ, ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അഗ്നിവീർ വായുവിന് ആപ്ലിക്കേഷൻ നൽകുന്നത് നമുക്ക് നോക്കാം. agnipathvayu.cdac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിന് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുക. ഓക്കെ, ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. ഏതൊക്കെ ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നത്. ഓക്കെ, ദ കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2nd January 2004 ആൻഡ് 2nd July 2007. അതായത് 2nd January 2004 2nd July 2007 ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് ഇതിന് ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുക. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. 2nd January 2004 2nd July 2007 ഇടയിൽ ജനിച്ച ആൾക്കാർ. ഓക്കെ, അവർക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സാമിന്റെ ഘടന ഒന്ന് പറയാം. അതായത് ഈ എക്സാം 2 കാറ്റഗറിയിലാണ് നടക്കുന്നത്. അതായത് സയൻസ് സബ്ജക്ട്സ് പഠിച്ച കുട്ടികൾക്കും നോൺ സയൻസ് സബ്ജക്ട്സ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പഠിച്ച കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. സയൻസ് വിഷയങ്ങൾ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ +2 ഫിസിക്സും മാത്സിലും 50% അഗ്രിഗേറ്റ് ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് 50% മാർക്സ് ഉണ്ടായിരിക്കണം. അതുപോലെ 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ചെയ്ത ആൾക്കാർ, അതായത് അതിന്റെ സ്ട്രീം പറയുന്നുണ്ട് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി. ഈ സ്ട്രീമിൽ 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ചെയ്ത ആൾക്കാർക്കും ഈ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നോൺ സയൻസ് പഠിച്ച കുട്ടികളാണെങ്കിൽ 10+2 ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പാസ്സായാൽ മതി. പക്ഷെ 50% മാർക്സ് ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, സയൻസ് പഠിച്ച കുട്ടികൾക്ക് 2 എക്സാം എഴുതാൻ പറ്റുമോ? പറ്റും. സയൻസ് വിഭാഗത്തിൽ പഠിച്ച ആൾക്കാർക്ക് 2 എക്സാംസ് എഴുതാൻ പറ്റും. പക്ഷെ നോൺ സയൻസ്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് 1 എക്സാം മാത്രമേ എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എക്സാമിന്റെ പാറ്റേൺ നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, സെലക്ഷൻ പ്രൊസീജിയർ വരുന്ന 3 സ്റ്റേജുകളിലൂടെയാണ് അഗ്നിവീർ വായു കടന്നു പോകുന്നത്. അതായത് phase 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടക്കുന്നത്. അതുപോലെ phase 2 ഫിസിക്കൽ ടെസ്റ്റ്, phase 3 മെഡിക്കൽ ടെസ്റ്റ്. ഈ 3 സെക്ഷനുകളിലൂടെയാണ് ഈ എക്സാം കടന്നു പോകുന്നത്. ഓക്കെ, phase 1 നമുക്ക് നോക്കാം. എക്സാമിനെ കുറിച്ച് നോക്കാം. സയൻസ് കാറ്റഗറിയിലെ കുട്ടികൾക്കാണെങ്കിൽ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത് 60 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ അതിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കുന്നതാണ്. അത് CBSE സിലബസ് ആയിരിക്കും. 10+2 CBSE സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അതർ ദാൻ സയൻസ് സബ്ജക്ട്സ് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഡ്യൂറേഷൻ വരുന്നത് 45 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇത് 10+2 CBSE സിലബസ് തന്നെയാണ്. പക്ഷേ അതിന്റെ കൂടെ റീസണിങ്, ജനറൽ അവയർനെസ്, രാഗ എന്ന് പറഞ്ഞ സെക്ഷൻ കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ്, ഇത് സെക്ഷനാണ് നോൺ സയൻസ് സബ്ജക്ട്സ് പഠിച്ച കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ സയൻസ് സബ്ജക്ട്സ് പഠിച്ച കുട്ടികളും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 എക്സാമും എഴുതാൻ സാധിക്കുമെന്നത്. അവർക്കായിട്ട് 85 മിനിറ്റ്സിന്റെ എക്സാം ആണ് ഉണ്ടായിരിക്കുക. അതിൽ മൊത്തം കംപ്ലീറ്റ് ഫിസിക്സ്, മാത്സ്, റീസണിങ് ഉണ്ടായിരിക്കും, ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കും. ഇത്രയും സെക്ഷനുകളാണ് ആ എക്സാമിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഓക്കെ, 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ് ആദ്യമായിട്ട് വരുന്നത്. അത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട്. പക്ഷെ മെയിൽ കാൻഡിഡേറ്റ്സ് 7 മിനിറ്റ്സിലാണ് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ഫിനിഷ് ചെയ്യേണ്ടത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 8 മിനിറ്റ്സ് ഉണ്ട് സമയം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 3 ഐറ്റങ്ങളാണുള്ളത്. 10 പുഷപ്സ് ആണ്, പിന്നെ 10 സിറ്റപ്സ് ഉണ്ട്, 20 സ്ക്വാട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ കേസിലാണെങ്കിൽ 10 സിറ്റപ്സ് ഉണ്ട്, 15 സ്ക്വാട്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ 1 മിനിറ്റിലാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, 1.6 കിലോമീറ്റർ റണ്ണിംഗ് കോമൺ ആണ്. ഓക്കെ, ഹൈറ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ബിക്കോസ് ഈ പറയുന്ന ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഒന്നുകൂടി നോക്കുക, നിങ്ങളുടെ ഹൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക. ഫോർ മെയിൽ കാൻഡിഡേറ്റ്സ് മിനിമം ഹൈറ്റ് 152.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 152.5 സെന്റിമീറ്റർ ആണ് മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ട ഹൈറ്റ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 152 സെന്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ലക്ഷദ്വീപിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ 150 സെന്റിമീറ്റേഴ്സ് മതി അവർക്ക്. ലക്ഷദ്വീപിലുള്ള ആൾക്കാർക്ക് 150 സെന്റിമീറ്റേഴ്സ് ആണ് വേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹൈറ്റിൽ വരുന്നത്. ഓക്കെ, സാലറി
നമുക്കറിയാം ഇപ്പം അഗ്നിവീർ സ്കീമാണ് 4 ഇയേഴ്സിലേക്കാണ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ 25% ആൾക്കാരെ മാത്രമാണ് പെർമനന്റ് ആയിട്ട് നിർത്തുന്നത്. അപ്പൊ നമുക്ക് സാലറി പാക്കേജ് കൂടി നോക്കാം. ഓക്കെ, 30,000 rupees ആണ് ഫസ്റ്റ് ഇയറിൽ ലഭിക്കുന്നത്. അതിൽ തന്നെ 21,000 ഇൻ ഹാൻഡ് ലഭിക്കും. 9,000 അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്കാണ് പോകുന്നത്. അതുകൂടാതെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും സെയിം കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട് അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക്. ഓക്കെ, അങ്ങനെ 4 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഇറങ്ങുവാണെങ്കിൽ, എക്സിറ്റ് ചെയ്ത് പുറത്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് 10 lakhs plus rupees ആണ് സേവാനിധി പാക്കേജിൽ ലഭിക്കുന്നത്. സോ ഒരു അട്രാക്റ്റീവായ സാലറി പാക്കേജ് ആണ് അഗ്നിവീർ സ്കീമിൽ ലഭിക്കുന്നത്. നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ 25% ആൾക്കാരെ പെർമനന്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമിനേഷൻ ഫീ. ഈ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ എക്സാമിനേഷൻ ഫീ ആയിട്ട് നൽകേണ്ടത് 550 രൂപയാണ്. ഓക്കെ, 550 rupees ആണ് നൽകേണ്ടത്. ഹൗ ടു അപ്ലൈ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. agnipathvayu.cdac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിന് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സും കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. 17-ാം തീയതി ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഡേറ്റ് നോക്കുക February 6th ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. നിങ്ങളെ ചാൻസ് മിസ്സാക്കാതിരിക്കുക. ഇതിന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് കോച്ചിങ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഓഫ്ലൈനായിട്ട് കോച്ചിങ് പ്രോഗ്രാംസ് ചെയ്യുന്നത് മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയിലാണ്. തലശ്ശേരി വിമുക്ത ഭവനിലാണ് മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി പ്രവർത്തിക്കുന്നത്. അതുപോലെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കോച്ചിങ് അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് ആസ്പെർ ഡിഫൻസിലൂടെയാണ് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് ലഭിക്കുന്നത്. ഓക്കെ, നിരവധി വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കോച്ചിങ് പ്രോഗ്രാമിലൂടെ വിവിധ സേനകളുടെ ഭാഗമായിരിക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ഞങ്ങളുടെ കോച്ചിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറായ 9188909577 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കോച്ചിങ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഡിഫൻസ് മേഖലയിലെ പുതിയ അപ്ഡേറ്റ്സ്, നോട്ടിഫിക്കേഷൻസ്, കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.